ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിന് മാറ്റുകൂട്ടി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആരാധകരുടെ ഫ്ലക്സ് യുദ്ധം. വഴിക്കടവ് KMG റോഡിനോട് ചേർന്ന മുണ്ടയിലാണ് ബ്രസീൽ ആരാധകർ 400 അടി നീളമുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ഫ്ലെക്സ് ബോർഡാണിത്. ഇതിന് മറുപടിയായി തങ്ങളുടെ പഴയ പ്ലാനുകൾ പൊളിച്ചുമാറ്റി 600 അടിയിലധികം നീളമുള്ള ഭീമൻ അർജന്റീന മ്യൂസിയം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശത്തെ അർജന്റീന ആരാധകർ. മുണ്ടയിലെ ജാസ് മുണ്ട ക്ലബിന്റെ നേതൃത്വത്തിലാണ് ബ്രസീലിന്റെ ഈ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. 400 അടി നീളവും 12 അടി ഉയരവുമുള്ള ഈ ഫ്ലെക്സ് ബോർഡ് നിർമ്മിക്കുന്നതിനായി 2 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. പ്രദേശത്തെ ബ്രസീൽ ആരാധകരും പ്രവാസികളും കൈകോർത്താണ് ഇതിനുള്ള തുക കണ്ടെത്തിയത്. പിന്നെ അർജന്റീനക്കാരെ ഞങ്ങളെ വെല്ലുവിളിച്ചു. 350 വെക്കുമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പോലെ ഞങ്ങളെ വെല്ലുവിളിച്ചു. ഇതിൻ്റെ മേലേക്ക് വെക്കാനുള്ള ആൺകുട്ടികൾ ഈ മുണ്ടങ്ങാടിയിൽ ഉണ്ടെങ്കിൽ വെച്ച് കാണിച്ച് തരീന്ന് ഞങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് പണി തുടങ്ങിയത് അവരാണ്, കാല് കുഴിച്ചിട്ടത് അവരാണ്. എല്ലാ പണിയും തീർത്തിട്ട് പണി തീർന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളമായി. ഞങ്ങൾ ഒരു 5 ദിവസം കൊണ്ട് എല്ലാ പണിയും തീർത്ത് ഫ്ലെക്സ് ഇവിടെ 400ൻ്റെ ഫ്ലെക്സ് ഇവിടെ വെച്ച് കാണിത് അവിടെ കാട്ടി കൊടുത്തിക്കണേ. വെല്ലുവിളിക്ക് ഞങ്ങൾ സ്വീകരിച്ച് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെച്ച് കാണിച്ചു കൊടുത്തിക്കണേ. ഇനി ഇതിൻ്റെ മേലക്കിന് വെക്കട്ടെ, അത്രേ ഉള്ളൂ. കേവലം 5 ദിവസം കൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാനായത്. നെയ്മറും വിനീഷ്യസും ഒക്കെ അണിനിരക്കുന്ന ഈ ഫ്ലെക്സ് കാണാൻ ഇപ്പോൾ തന്നെ ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. ഞങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങളൊരു പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ, അതായത് 390 അടി ഞങ്ങൾ വെക്കുന്ന പറഞ്ഞിട്ട് അതുക്കും മേലെ 400 പ്ലസ് ചെയ്യണ്ട് ഇതാ വെച്ച് കാണിച്ചു കൊടുത്തിരിക്കണേ ഞങ്ങൾ. അതായത് അർജന്റീനക്കാരാണ് ഇവിടെ ആദ്യം പണി തുടങ്ങിയത്. പക്ഷേ മുമ്പ് ഞങ്ങളിതാ പണി കഴിച്ച് 400 അടി വെക്കുമെന്ന് പറഞ്ഞു കറക്റ്റ് വെച്ച് കൊടുത്തിരിക്കണേ. ഇനി ഇതിൻ്റെ എക്സ്പെൻസ് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു 1.5 ലക്ഷം റുപ്യ അയക്കണേ. അതായത് ഞങ്ങളെ ഫാൻസ് മാത്രം പിരിച്ച പൈസയാണ് അത്. അതായത് ബ്രസീലിൻ്റെ മറ്റേ പ്രവാസി കൂട്ടായ്മയും മാത്രം എടുത്ത പണിയാണിത്. അതായത് പുറത്തുനിന്ന് ആരും ഏൽപ്പിച്ചിട്ടില്ല. ആദ്യം അർജന്റീന ആരാധകരായിരുന്നു പ്രദേശത്ത് 350 അടിയുടെ ഫ്ലെക്സ് സ്ഥാപിക്കാൻ പണികൾ തുടങ്ങിയിരുന്നത്. എന്നാൽ ഇത് ഇൻസ്റ്റഗ്രാമിലൂടെ അറിഞ്ഞ ബ്രസീൽ ആരാധകർ വെല്ലുവിളി ഏറ്റെടുക്കുകയും അർജന്റീനക്കാരുടെ പണി പൂർത്തിയാകും മുൻപ് തന്നെ 400 അടിയുടെ ഭീമൻ ഫ്ലെക്സ് വെക്കുകയുമായിരുന്നു. ബ്രസീൽ ആരാധകരുടെ ഈ പെട്ടെന്നുള്ള നീക്കം തങ്ങളുടെ ഈഗോയെയാണ് ബാധിച്ചതെന്ന് അർജന്റീന ആരാധകർ പറയുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ 350 അടിൻ്റെ ഒരു ഫ്ലെക്സ് വെക്കാനാണ് കരുതിയത്. അപ്പോൾ ബ്രസീലിൽ അത് 400 ആക്കാറുണ്ട്. ഞങ്ങളെ വെല്ലുവിളിച്ചു. ഞങ്ങൾ ഈഗോമ തൊട്ട് കളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് പറ്റി അവിടെ 400 അടി വെച്ചില്ലേ, ഇല്ല സാധനം പൊളിച്ചാണ്ട് ഡയറക്റ്റ് ഞങ്ങൾക്കിപ്പോൾ നീട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീട്ടി കുന്നുമ്പോൾ കൂടെ 1000-1500 അടി വരെ കയറ്റാം. അതിനല്ല നിൽക്കുന്നത്. ഇത് മൊത്തം ഇതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൊളിച്ചാണ്ട് ഒറ്റയടിക്ക് 600 അടിൻ്റെ ഒരു അർജന്റീന മ്യൂസിയം 600 പ്ലസിൽ സാധനം വരുന്നുണ്ട്. അതിൻ്റെ പരിപാടി അത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് സാധനം അവിടെ പൊന്നും. എല്ലാ ഫാൻസും ബ്രസീൽ അർജന്റീന അങ്ങനെ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. എല്ലാവരും വരും വേണം നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇങ്ങോട്ട്. വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത അവർ ആദ്യം സ്ഥാപിച്ച 350 അടിയുടെ നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റി 600 അടിയിലധികം നീളമുള്ള കൂറ്റൻ അർജന്റീന ഫ്ലെക്സ് സ്ഥാപിക്കുമെന്ന് പറയുന്നു. വെല്ലുവിളി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഈഗോമ തൊട്ട് കളിച്ചു. ഇവിടെ 400 വെച്ചാൽ ഞങ്ങൾ ഇവിടെ 600 വെക്കും. ഞങ്ങൾ ഈ വെച്ച സാധനം പൊളിച്ചാണ്ടാണ് 350 അത് ഞങ്ങൾ പൊളിച്ചാണ്ട് ഇപ്പോൾ ഇവിടെ 600 കയറ്റാൻ നിൽക്കുകയാണ്. 600 പ്ലസ് ഇവിടെ ഞങ്ങളൊരു മിനി മ്യൂസിയം വരെയാക്കും അർജന്റീനൻ്റെ. നമ്മൾ ഇപ്പോൾ ഈ വെക്കണത് മൊത്തം അഴിച്ച് രണ്ടാമത് വിപുലമായിട്ട് വലുതാക്കി ഏകദേശം ഒരു 600 പ്ലസിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. അതിൻ്റെ ഇത് നമ്മൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ അർജന്റീന ഫാൻസാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലപാടിൽ നമ്മൾ നിൽക്കും. ഒരാൾക്കും നമ്മൾ വിട്ടുകൊടുക്കില്ല. അത് വേൾഡ് ചരിത്രം അടങ്ങുന്ന ഒരു ഫ്ലെക്സാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. തമ്മിൽ ഫ്ലെക്സിന്റെ കാര്യത്തിൽ കടുത്ത മത്സരമാണെങ്കിലും നാട്ടിൽ യാതൊരുവിധ അടിയോ ബഹളമോ ഇല്ലെന്ന് ഇരുവിഭാഗവും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നു. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈഗോ പ്രശ്നം ഫാൻ ഫൈറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് ബ്രസീലുകാർ കൂടി തരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ 2 ടീമുകൾ തമ്മിലൊരു ഈഗോ അത്രേ ഉള്ളൂ. അല്ലാതെ സൗഹൃദപരമായിട്ട് തന്നെയാണ് എല്ലാം. അതിപ്പോ ഇനി ഓരോക്കെ വർക്കിനൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോലും മുന്നോട്ട് പോലെ എല്ലാ പരിപാടി കഴിഞ്ഞാൽ അവരെല്ലാവരും അങ്ങോട്ട് വരും. കളി വരുമ്പോൾ വലിയ സ്ക്രീനും പ്രൊജക്ടറും എല്ലാം ഒരുമിച്ച് വെച്ച് ഒരേ നാട്ടുകാരായിരുന്നു തന്നെയായിരിക്കും കളി ആസ്വദിക്കുക. ഈ ഫ്ലെക്സ് ബോർഡ് മലപ്പുറത്തിന്റെ ഫുട്ബോൾ ഭ്രാന്തിന്റെ ഭംഗിയുള്ള ഒരു വശം മാത്രമാണെന്ന്
നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.